അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. സങ്കട വാർത്തകളെ നിങ്ങളെ എനിക്ക് അറിയിക്കാനുള്ളൂ. നമ്മൾ ഈ ചാനലിൽ കൂടി ഒരുപാട് കുടുംബങ്ങളുടെ വേദനയിൽ പങ്കുചേർന്നിട്ടുണ്ട്. ഒരുപാട് കുടുംബത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്. നിരന്തരം ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് വേദനിപ്പിക്കുന്ന വാർത്തകൾ തന്നെ. പ്രിയപ്പെട്ടവരെ, 2 മക്കളുടെ മരണവാർത്ത അറിയിക്കാനുണ്ട്. എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു വേദനിപ്പിക്കുന്ന വിവരം പറയാനുള്ളത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യമാണ്. ഇന്ന് സ്നേഹത്തിനും സ്നേഹബന്ധങ്ങൾക്കും തീരെ വിലയില്ല എന്ന് തോന്നുന്നു. എൻ്റെ ഒരു സ്നേഹിതൻ ആക്സിഡന്റ് പറ്റി മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. തലക്കായിരുന്നു പരിക്ക്. അവന് വണ്ടി ഓട്ടാനൊന്നും അറിയില്ല. ജോലി കഴിഞ്ഞ് ആരുടെയെങ്കിലും ബൈക്കിൽ പിന്നിലിരുന്നു കൊണ്ട് പോകുന്നവനായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ഹെൽമറ്റ് ധരിക്കാറുമില്ല. ഹെൽമറ്റും കൊണ്ട് നടക്കാൻ സാധിക്കില്ലല്ലോ. മെഞ്ഞാന്ന് ജോലി കഴിഞ്ഞ് ഒരു സുഹൃത്തിന്റെ ബൈക്കിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്നൊരു ഓട്ടോ ഇവരുടെ ബൈക്കിന്റെ മുന്നിൽ കൂടി പെട്ടെന്ന് കടക്കുകയും ആ ഓട്ടോയ്ക്ക് അടിക്കുകയും ഇവൻ തെറിച്ച് വീഴുകയും ചെയ്തു. വീഴുന്ന വീഴ്ചയിൽ തലക്കായിരുന്നു പരിക്ക്. ഇന്നേക്ക് 3 ദിവസമായി ഏതോ ഒരു ലോകത്താണ് അവനുള്ളത്. അബോധാവസ്ഥയിൽ. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ബ്ലീഡിങ് നിൽക്കുന്നില്ല. അവൻ്റെ ബോഡി ഒന്നിനും റിയാക്ട് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. എല്ലാവരും ദുആ ചെയ്യണം. കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചവനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിവാഹവും കഴിച്ചില്ല. ഇവർ 4 മക്കളായിരുന്നു. 3 പെങ്ങളായിരുന്നു. 3 പെങ്ങൾക്കും അമ്മക്കും വേണ്ടി ഇത്ര കാലം ജീവിച്ചു. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പെങ്ങളുടെയൊക്കെ വിവാഹം നടത്തി കൊടുത്തു. എല്ലാ ബാധ്യതകളും കഴിഞ്ഞ് ഇങ്ങനെ ജീവിച്ചു പോവുകയായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് ആയത്. ഇവന്റെ അമ്മക്കാണെങ്കിൽ തീരെ സുഖമില്ല. 2 കണ്ണിന്റെയും കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ അമ്മ അറിഞ്ഞില്ല. 3 ദിവസമായിട്ടും വീട്ടിലെത്താത്ത മകനെ ചോദിച്ചപ്പോൾ ആ അമ്മയോട് പറഞ്ഞത് കൂട്ടുകാരൻ അസുഖമായതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കുകയായിരുന്നു എന്ന്. അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിരിക്കുക. അവന്റെ അവസ്ഥയാണ് വല്ലാത്തൊരവസ്ഥ. കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചു. അവന് വേണ്ടി ജീവിക്കാൻ ഇന്ന് ആരും ഇല്ലാതായിരിക്കുന്നു. ആരും നോക്കാനാളില്ല. ഞാൻ ആ ഒരു ICUയിൽ ചെന്ന് നോക്കി. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ഏതോ ഒരു ലോകത്ത് ബോധമില്ലാതെ കിടക്കുന്നു. 3 പെങ്ങളുണ്ടെങ്കിലും അവരൊക്കെ വിവാഹം കഴിച്ചതോടുകൂടി അവരുടെ കാര്യം തന്നെ നോക്കാൻ അവർക്ക് സമയമില്ലാതായിരിക്കുന്നു. പിന്നെയാണ് ഇവന്റെ കാര്യം. ഇപ്പോൾ നമ്മളെപ്പോലുള്ള കൂട്ടുകാരാണ് അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക. നാടിനെ നടുക്കിയ ഒരു മരണവാർത്ത ഇന്നുണ്ടായിരുന്നു. ഈ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത വന്നിരിക്കുന്നത് കാസർഗോഡ് നിന്നാണ്. ഒരു 2 വയസ്സുകാരൻ്റെ മരണം. മക്കളുടെ മരണം എന്ന് പറയുമ്പോൾ തന്നെ ഏതൊരാളും വല്ലാത്തൊരവസ്ഥയിലാവുകയാണ്. ഇന്ന് എത്രയെത്ര കുടുംബങ്ങളാണ് മക്കളുടെ മരണം കാരണം ദുഃഖിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. ഈ 2 വയസ്സുകാരനായ പൊന്നുമോൻ ആ വീടിന്റെ കിണറ്റിന്റെ അരികിൽ നിന്നും കളിക്കുകയായിരുന്നു. കളിക്കുന്നതിനിടെ ആ കുട്ടി കാല് വഴുതി കിണറിലേക്ക് വീണു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഏരിയ ബ്ലാർക്കോട് സ്വദേശിയായ ഇഖ്ബാൽ സുബൈദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് സ്വാലിഹാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 2 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ പ്രിയപ്പെട്ടവരെ. മക്കൾ മരണപ്പെട്ട ഒരുപാട് മാതാപിതാക്കളെ നമുക്കറിയാവുന്നതാണ്. എത്രയെത്ര മാതാപിതാക്കളാണ് മക്കൾ മരണപ്പെട്ടത് കാരണം അവരുടെ മാനസിക നില തന്നെ തെറ്റിയത്. പടച്ച റബ്ബ് അവർക്ക് മുന്നോട്ടുള്ള ജീവിതം സന്തോഷത്തിലും പ്രായത്തിലും ആക്കി കൊടുക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യാം. പാവം മോന് ആ വീടിന്റെ സമീപത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അബദ്ധത്തിൽ വീണുപോയതാണ്. പടച്ച റബ്ബിന്റെ വിധി അങ്ങനെയായിരിക്കും. ഈ കുട്ടി വീണ ശബ്ദം കേട്ട ഉടനെ തന്നെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഓടിയെത്തി ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ പകുതിക്ക് വെച്ച് തന്നെ ആ കുട്ടി മരണപ്പെട്ടു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നമ്മുടെയൊക്കെ ശ്വാസം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. അധിക ടൈമൊന്നും നമുക്ക് ശ്വാസം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ 2 വയസ്സുള്ള മോനെ നടപടി കർമ്മങ്ങളും പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വേറൊരു മരണം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു 17 വയസ്സുള്ള മോളുടേതാണ്. ഈ ഒരു മോള് മരണപ്പെട്ടിരിക്കുന്നത് ഷാർജയിൽ വെച്ചാണ്. കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശിയായ ആയിഷ മറിയം എന്ന ഈ ഒരു കുട്ടിയാണ് മരണപ്പെട്ടു പോയത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുടുംബത്തെയും നാടിനെയും ഏറെ സങ്കടത്തിലാഴ്ത്തിയ മരണമായിരുന്നു ഈ 17 വയസ്സുകാരിയായ ആയിഷ മറിയത്തിന്റെ മരണം. പെട്ടെന്നൊന്നും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത മരണമായിരുന്നു. ഒരു രോഗവുമില്ല, രോഗലക്ഷണവുമില്ല. ഈ കുട്ടിയുടെ മരണകാരണം പെട്ടെന്ന് ഈ കുട്ടിക്ക് ദേഹാസ്വസ്ഥം തോന്നുകയും ഉടനെ തന്നെ ഷാർജയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഒരു രോഗവുമില്ലായിരുന്നു. പെട്ടെന്ന് വയ്യാതാവുകയാണ്. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അവിടെ എത്തുമ്പോഴേക്കും
മരണപ്പെടുകയും ചെയ്തു. എത്രയെത്ര ആളുകളാണ് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത്. ഇതുപോലുള്ള അവസ്ഥയിൽ എത്തിപ്പെടുമ്പോൾ ഒന്ന് ശുശ്രൂഷിക്കാൻ പോലും സമയം ലഭിക്കാറില്ല. പടച്ചറബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. ആ കുടുംബം ഇന്ന് വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. അർഹമുറഹിമായ റബ്ബേ, പടച്ചറബ്ബേ, 2 മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. നിനക്കറിയാലോ റബ്ബേ. ആ കുടുംബത്തിന്റെ വേദന നിനക്കറിയാലോ റബ്ബേ. ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. മരണപ്പെട്ടുപോയ ഈ പൊന്നു മക്കൾക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഇവരുടെയൊക്കെ മാതാപിതാക്കളുടെ ഇന്നത്തെ അവസ്ഥ നിനക്കറിയാലോ റബ്ബേ. അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. നാളെ മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ, റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും തൊട്ട് നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പഠിച്ച റബ്ബേ, പലവിധ മാറാ രോഗങ്ങളായി കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ. ആക്സിഡൻ്റായി കിടക്കുന്ന എൻ്റെ സുഹൃത്തിന് നീ പൂർണ്ണ ശിഫ കൊടുക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, പാവപ്പെട്ടവരാണ് റബ്ബേ, അവരെ നീ പരീക്ഷിക്കല്ലേ റബ്ബേ. അവൻ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. മരണമാണോ ജീവിതമാണോ നല്ലതെന്ന് നിനക്കറിയാലോ റബ്ബേ. ഏതാണോ ഹൈറ് അത് നീ ചെയ്തു കൊടുക്കണേ റബ്ബേ. വിഷമിപ്പിക്കല്ലേ റബ്ബേ, വേദന അനുഭവിപ്പിക്കല്ലേ റബ്ബേ. എത്രയും പെട്ടെന്ന് നല്ലത് ഏതാണോ നീ ചെയ്തു കൊടുക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെയൊക്കെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ, റാഹത്തിലാക്കി തരണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.